ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് അടിപൊളിയായിട്ടൊരു ഡെസേർട്ട് ആയിട്ടാട്ടോ പൂള കൊണ്ടങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് കപ്പ വേണം. അതിൻ്റെ വേണ്ടിയിട്ട് ഒരു 4 കഷ്ണം കപ്പ ഞാൻ നല്ലോണം തോലൊക്കെ ചെത്തി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 500 ml പാല് വേണം, അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ചൈന ഗ്രാസ്, 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂള ഒരു മീഡിയം സൈസിലുള്ള ഒരു പൂള ഞാൻ 3-4 കഷ്ണമാക്കിയതാണ് കേട്ടോ. പിന്നെ മിൽക്ക് മേഡ് വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഇതിനൊരു 3/4 കപ്പ് എടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒരു 1/2 ഗ്ലാസ് വെള്ളം പാർന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം പൂള കഷ്ണം. അപ്പോൾ ഞാനിതൊരു മീഡിയം സൈസിലുള്ള പൂള ഒരു 4 കഷ്ണമാക്കി മുറിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ടോ. നമ്മൾ ആ ഗ്രേറ്റർ വെച്ചിട്ട് നല്ല ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് നല്ലോണം പിഴിഞ്ഞൊന്ന് കഴുകണം. നല്ലോണം പിഴിഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ലോണം പിഴിയുക. അപ്പോൾ ആരെങ്കിലും ഈ പൂള പുഡിങ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൂളയാണെന്ന് അറിയുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇത് കഴുകി കാണിക്കുന്നുള്ളൂ. 2-3 പ്രാവശ്യം നിങ്ങൾ നല്ലോണം കഴുകുക. ഞാൻ ചെയ്യുന്ന മാതിരി നല്ലോണം കഴുകുക. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 4 പ്രാവശ്യം ഞാൻ കഴുകിട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് വേണ്ടത്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 500 ml പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത്. ഫ്ലെയിം കൂട്ടുകയോ ചെയ്യരുത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ പാൽ ഒരിക്കലും തിളക്കാൻ പാടില്ല കേട്ടോ. ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പ്, 1/2 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൂളുണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്ത് വെച്ച പൂള ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പൂളയാണെന്ന് പറയേയില്ല. അപ്പോൾ ഒരു 3-4 സെക്കൻഡ് ഞാൻ ഇളക്കി കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മളെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അരിപ്പയിലൂടെ അരിച്ച് ഞാൻ ഈ ചെയ്യുന്ന മാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്ത് കൊടുക്കുക. അരിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്ലെയിം ഓഫാക്കട്ടെ. പിന്നെ ഇളക്കുകയോ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അധികം ഇതാക്കരുത്. കാരണം ആക്കിയിട്ടുണ്ടെങ്കിൽ പാല് തളിച്ചിട്ടുണ്ടെങ്കിൽ പുഡിങ് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാൻ ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് ഇട്ടെടുത്തത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ പുഡിങ് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനല്ലാത്തതുകൊണ്ട് ഇതൊരു കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പുഡിങ് നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത്, അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നതിലേക്കും ബായ്.